ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അപ്രായോഗിക സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന കിഴക്കേത്തല ഗ്രൌണ്ടിലാണ് സമരം. മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്ന വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ തകർക്കാൻ നോക്കണ്ട, അനവധി സമരം ചെയ്തവർ ഞങ്ങൾ, വിജയം കണ്ടേ മടങ്ങിയിട്ടുള്ളൂ. മാഫിയ എന്ന ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലും സമയബന്ധിതമായും നടപ്പിലാക്കേണ്ടതാണ്. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെയാണ് പരിഷ്കാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത്. കേരളത്തിലെ 86 പരിശോധനാ കേന്ദ്രങ്ങളിൽ സർക്കാരിന്റെ അധീനതയിലുള്ള ഒരിടത്തുപോലും പുതിയ സംവിധാനങ്ങൾ നിലവിലില്ല. എന്നാൽ നാറ്റ്പാക് അടക്കമുള്ള റോഡ് സേഫ്റ്റി ഏജൻസികളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ട്രാക്കുകൾ പോലും പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എച്ച് ടെസ്റ്റ് കൂടാതെ പാർക്കിംഗ്, ഗ്രേഡിയന്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ സാങ്കേതിക തകരാർ മൂലം ഈ ട്രാക്കുകൾ തന്നെ കമ്പികുത്തി എച്ച് ടെസ്റ്റ് മാത്രമാണ് നടത്തുന്നത്. ഇവ കുറ്റമറ്റ രീതിയിൽ കേരളത്തിൽ മുഴുവനായും നടപ്പിലാക്കുകയാണെങ്കിൽ ആധുനിക രീതിയിലെ ടെസ്റ്റിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയതിന് തുല്യമാണ്. എന്നാൽ പുതിയ പരിഷ്കാരങ്ങളുടെ മുഴുവൻ ഭാരവും അന്നത്തെ ചെലവിനു വേണ്ടി അധ്വാനിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ സമരം നടത്തിയത്. സമരത്തിന് പി ഗഫൂർ, റഫീഖ് അലായി, ഹൈദരലി എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.